ഡിസ്കസ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ ചാലയും കണ്ണൂർ ചാലയും ഈ അടിപ്പാതയുടെയും ഒപ്പം തന്നെ മേൽപ്പാലത്തിന്റെയും ഒക്കെ തന്നെ ഭാഗമുള്ള ബൈപ്പാസിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. സ്വദേശിയാണ് ഈ യാസിമ്. മേൽപ്പാലത്തിനും അടിപ്പാതയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് ഇത് ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഈ കാറ് കുടിക്കിടക്കുകയാണ്. പക്ഷേ കാറ് താഴേക്ക് പതിച്ചിരുന്നെങ്കിൽ അപകടം തന്നെ ദുരിതത്തിലേക്ക് ഉണ്ടായി. ഞങ്ങളുടെ ജീവൻ തന്നെ പക്ഷേ അപകടത്തിലേക്ക് പോയേനെ. വേല ഉപയോഗിച്ചാണ് ഈ കാറ് മുകളിലേക്ക് ഉയർത്തിയത്. ഒപ്പം തന്നെ 7 നാട്ടുകാർ വെച്ചുകൊടുത്തിട്ടാണ് ഈ ലാസിമിനെ പുറത്തേക്ക് എത്തിച്ചത്. ലാസിമിന് ഇപ്പോൾ നിൽക്കാൻ പോലും കഴിയുന്നില്ല. അയാൾ ആടിയാടി നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മതിലെറിയുന്ന തരത്തിലേക്ക് ഒരു സംശയം പോലീസ് പ്രകടിപ്പിച്ചപ്പോൾ സ്ഥിരീകരിക്കും അല്പസമയത്തിനുള്ളിൽ. എന്തായാലും ഇയാൾക്ക് ഇടക്കാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ചാലയിൽ ഈ സംഭവം നടക്കുന്നത്. ശരി, വല്ലാത്തൊരു അപകടമായിപ്പോയി. ലാസിം മദ്യപിച്ചിരുന്നു എന്നാണ് അവിടെയുള്ള നാട്ടുകാരും പോലീസൊക്കെ പറയുന്നത്. എന്തായാലും എന്തോ ഭാഗ്യമുള്ളത് കൊണ്ട് ആ കാറ് താഴേക്ക് പോയിട്ട് മറ്റാർക്കും ഒന്നും പറ്റിയില്ല, ലാസിമിന് ഒന്നും പറ്റിയില്ല. ഇനി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമുദായ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് CPM വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ മനോരമ ന്യൂസിനോട്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ആണി അടിച്ചിട്ടേ ഇറങ്ങൂ. രാജീവ് BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്നാണ് തന്റെയും ആഗ്രഹം. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടില്ല. KC വേണുഗോപാലിന് എപ്പോൾ വേണമെങ്കിലും കേരളത്തിലേക്ക് വരാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്ത നടപടി കോൺഗ്രസ് പുനഃപരിശോധിച്ചിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. വലിയ അട്ടിമറി പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിനെതിരടക്കം തന്നെ പറയുമ്പോൾ മുന്നോട്ട് വരുന്ന പ്രതീക്ഷയായി അത് സംഭവിക്കും. ഞങ്ങൾ 2 കാരണങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയമായ കാര്യത്തിൽ ഈ സർക്കാരിനെ ജനങ്ങൾ അവർക്കെതിരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു അവസ്ഥയാണ്. അത് അവർ UDF അനുകൂലമായി രേഖപ്പെടുത്തുന്നതിനുള്ള കാര്യം. 2ാമത്തെ കാര്യം, ഒരു തെരഞ്ഞെടുപ്പിലും നടത്താത്ത മുന്നൊരുക്കുന്നത് UDF നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വോട്ടർപട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ഏറ്റവും നല്ല വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പറ്റുന്ന തദ്ദേശത്തിലേക്ക് നിയമസഭയിലേക്ക് പോകുമ്പോൾ ഒരു മുഖം അവതരിപ്പിച്ച് ഇതാണ് നിങ്ങളുടെ CM കാൻഡിഡേറ്റ് എന്ന് പറയാൻ താല്പര്യമുണ്ട്. കോൺഗ്രസ് UDF നേരിട്ട് കോൺഗ്രസ് ഒരിക്കലും ഒന്നും ചെയ്യാറില്ല. K കരുണാകരനും AK ആന്റണി വലിയ സമയത്തൊന്നും ചെയ്തില്ല. പിന്നീട് ഞങ്ങളൊക്കെ ലീഡർഷിപ്പിലിരിക്കുമ്പോൾ അത് കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും ചെയ്യാറില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്ര കിഷോർ പറയുന്ന ബീഹാർ ആവർത്തിക്കാൻ പോവുകയാണ് എന്നാണ്. പിന്നെ സൈബർ മേഖലയടക്കം കണ്ടു. ബീഹാർ തീരുമാനമാക്കി ഇനി KC വേണുഗോപാലിന് കേരളത്തിലേക്ക് വരാം, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. KC